ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ എപ്പോഴും ഉള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. കാണാനും അതേപോലെ തന്നെ കഴിക്കാനും അടിപൊളിയായ ഈ പൊട്ടറ്റോ ലോലിപോപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 3 വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞതും കൂടെ 1/4 കപ്പ് മല്ലിയിലയും പിന്നീട് 1 കപ്പ് ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കാം. ഒരു 4 പീസ് ബ്രെഡ് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇത്. ഇതിലേക്ക് നമുക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടെ പിഴിഞ്ഞ് ചേർക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതേപോലുള്ള സിമ്പിൾ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇത് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് മുക്കിയെടുക്കാനായി ഒരു മൈദ മാവ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മീഡിയം തിക്നെസ് ഉള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിൽ 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, ചെറിയൊരു ഭംഗിക്കും പിന്നെ ഒരു ഫ്ലേവറിനും വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കയ്യിൽ അല്പം എണ്ണ തടവിയ ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മിക്സിൽ നിന്നും ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ബോൾ എടുത്ത് അത് ക്രാക്സ് ഒന്നുമില്ലാത്ത രീതിയിൽ ഇതേപോലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മൈദ മിക്സിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ ഇതേപോലൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത ശേഷം ഇത് വീണ്ടും കയ്യിൽ വെച്ച് ഇതേപോലൊന്ന് ഉരുട്ടി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ബ്രെഡ് ക്രംസ് നന്നായി ഒട്ടിപ്പിടിച്ചിരുന്നോളൂ. ഇതിനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇതേപോലെ തിരിച്ചു മറിച്ചുമിട്ട് ഇതേപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പൊട്ടറ്റോ ലോലിപോപ്സ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇത് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ അറിയിക്കാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.